വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നലെ നമ്മൾ കൊടുത്ത നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ചർച്ച ചെയ്ത വിഷയമാണ് 2 പാക് മേജറുകളെ വധിച്ചു താലിബാൻ, വമ്പനടിക്ക് കളമൊരുങ്ങുന്നു. ഇതാണ് ആ വാർത്ത. നമ്മൾ കൊടുത്ത ടൈറ്റിൽ എക്സാക്ട്ലി അത് തന്നെയാണ്, വമ്പനടിക്ക് കളമൊരുങ്ങുന്നു എന്ന്. ഇന്നലെ രാത്രി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ കാബൂളിൽ ഒരു വമ്പൻ വ്യോമാക്രമണം നടത്തി എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. പാകിസ്ഥാൻ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ വ്യോമാക്രമണം നടത്തി സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ തലയ്ക്ക് മേലെ തന്നെ ബോംബിട്ടു. അത് ആദ്യം ചർച്ചയില്ല. അവിടെ കുട്ടികളൊക്കെ മരിച്ചു വീഴുന്നതും അവരെ മൃതദേഹങ്ങൾ എടുത്തുകൊണ്ട് അവരവിടെ പ്രദർശിപ്പിക്കുന്നതും ഒക്കെ വലിയ വാർത്തയായിരുന്നു. ലോകരാജ്യങ്ങൾ ഏറ്റെടുത്തു. ഗസ എന്നൊക്കെയാണ് അവർ ആ സമയത്ത് അതിനെ താരതമ്യം ചെയ്തത്, ഗസയുമായിട്ടൊക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ പാക് മേജറുകളെ വധിച്ചതിനെ തുടർന്ന് ഇപ്പോ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ വലിയ അടി നടക്കുകയാണ്. നമുക്കറിയാം, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ഏത് നിമിഷവും കയറി അടിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ അവിടെ പാകിസ്ഥാൻ വലിയ ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ഇവരെ പിടിക്കാൻ, തെഹ്രീക്കെ താലിബാനെ പിടിക്കാനായിട്ട്. ഇവിടെ ഈ താലിബാൻ നുഴഞ്ഞു കയറി വന്ന് അവിടെയുള്ള സകല പട്ടാളക്കാരെയും കൊല്ലുന്നു, കൊന്നു, ലഫ്റ്റനന്റ് കേണലിനെ കൊന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അപ്പൊ ഇന്നലെ രാത്രി കാബൂളിൽ പല സ്ഥലങ്ങളിലായി വമ്പൻ സ്ഫോടന ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ ആദ്യം ഇത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നീടാണ് ഈ പാകിസ്ഥാന്റെ വിമാനങ്ങൾ അതുവഴി പറന്നു പോകുന്നു എന്നുള്ള വാർത്തകൾ വരികയും ആ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ആ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. അതിനുശേഷം താലിബാന്റെ വക്താവ് വിളിച്ചു പറയുന്നു, ഇല്ല, ഇത് വ്യോമാക്രമണമല്ല, ഇത് സാധാരണ ഒരു ആക്രമണമാണെന്ന് പറയുന്നു. പക്ഷേ സാധാരണ സ്ഫോടനമാണെന്ന് പറയുന്നു. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ കണ്ടതാണ് എന്ന് പറയുന്നു. തെഹ്രീക്കെ താലിബാന്റെ തലവൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു. അതേസമയം നമ്മുടെ മുത്താക്കി ഇന്ത്യയിലുണ്ട്. മുത്താക്കി ഇന്ത്യയിലേക്ക് വരുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമില്ല എന്നറിയാം. അജിത് ഡോവലുമായിട്ട് മുത്താക്കി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം ബിജു ചേട്ടൻ പറഞ്ഞതാണ്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കാബൂളിൽ കയറി ഈ പാകിസ്ഥാൻ അടിക്കാനായിട്ട് നിൽക്കുന്നത്? ഈ കാബൂളിൽ കയറി അടിച്ചത് കൊണ്ട് അവർക്ക് എന്താണ്? ഇപ്പൊ തെഹ്രീക്കെ താലിബാനെ വകവരുത്താനാണെങ്കിൽ അവർക്ക് ഖൈബർ പഖ്തൂൺഖ്വയിൽ വലിയ ഓപ്പറേഷൻ നടത്തിയാൽ മതി. കാബൂളിൽ എന്തിനാണ് പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയത്? ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ നടത്തിയാലും ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? എന്ത് തോന്നുന്നു? ഇത് ഈ അവരുടെ ഖാൽജ, അവരുടെ മന്ത്രി, പാക് വിദേശകാര്യമന്ത്രി അസീസ് ഖാൽജ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞ, അത് വെടിയുണ്ടകളുടെ ഭാഷയാണ് അഫ്ഗാനിസ്ഥാന് മനസ്സിലാകുന്നത്, ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് 48 മണിക്കൂർ തികയുമ്പോഴാണ് ഈ കാബൂളിൽ 10 ഇടങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. ആളപായമൊന്നും ഇല്ല എന്നാണ് നിലവിൽ അഫ്ഗാൻ പറയുന്നത്. അവരുടെ സർക്കാർ മന്ദിരങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. ഇവിടെ പാകിസ്ഥാന്റെ ഭാഷ്യം, ഈ തെഹ്രീക്കെ താലിബാൻ അവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടൊരു ഓപ്പറേഷൻ ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ, പാകിസ്ഥാനുള്ളിൽ ഖൈബർ പഖ്തൂൺ മേഖല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തെഹ്രീക്കെ താലിബാന്റെ ഒരു തലവൻ ഉണ്ട്, നൂറുൽ മഖ്സൂദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ ആക്സസ് ചെയ്തിട്ടുള്ള വാർത്തകളിൽ നിന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകൻ പക്ഷെ ഇതിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ തെഹ്രീക്കെ താലിബാന്റെ തലവനെ, ഈ നൂറിലിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഇത്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയത് പോലെ ഒരു അറ്റാക്ക് ഈ പാവപ്പെട്ട രാജ്യത്ത്, അതായത് വ്യോമ പ്രതിരോധ സംവിധാനമോ വ്യോമ സേനയോ ഇല്ലാത്ത ദുർബലമായ ഒരു രാജ്യത്തിന് മുകളിലാണ് പാകിസ്ഥാൻ ഒരു ടെസ്റ്റ് ഡോസ് നടത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ അങ്ങാടി തോറ്റതിന് അമ്മയുടെ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ നിന്ന് വാങ്ങി നമ്മളത് കൃത്യമായി തന്നെ ഓരോ പോയിന്റിലും പോയി അടിച്ച് തീവ്രവാദികളെ കൊന്നതിന്റെ ഒരു ആവേശത്തിലായിരിക്കണം ഒരു പക്ഷെ പാകിസ്ഥാൻ. വളരെ ദുർബലമായ വ്യോമസേനയാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. കരസേന കുഴപ്പമില്ല, അവർക്ക് പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു ശ്രേണിയുണ്ട്. വലിയ രീതിയിലുള്ള ആയുധങ്ങളും സെറ്റപ്പും ഇല്ലെങ്കിലും പാകിസ്ഥാൻ ഉള്ളിൽ കയറിപ്പോലും അവർക്ക് പണി നടത്താൻ കഴിയുന്ന ഒരു സംഘമുണ്ട്. ഇവിടെ ചേർത്ത് വായിക്കപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അവരെ ഈ ആക്രമണത്തിനായിട്ട്, പാകിസ്ഥാൻ ഈ ആക്രമണത്തിനായിട്ട് തെരഞ്ഞെടുത്ത ഒരു ദിവസം വളരെ ശ്രദ്ധേയമാണ്. മുത്തക്കി ഇന്ത്യയിൽ എത്തുന്ന ഒരു സമയം, മുത്തക്കിയുടെ ഒരു വലിയ ബ്രേക്കിംഗ് ആയിരുന്നു ഇത്. ഇന്റർനാഷണൽ മീഡിയസ്, ലോകം മുഴുവൻ ഉള്ള മാധ്യമങ്ങൾ വലിയ തലക്കെട്ട് കൊടുത്തു, മുത്തക്കി ഇന്ത്യയിലേക്ക് എത്തുന്നു, എസ് ജയശങ്കറെ കാണുന്നു, അജിത് ഡോവലുമായിട്ടും ചർച്ച നടത്തുന്നു എന്നൊരു വലിയ വാർത്ത പുറത്തു വന്നിരുന്നു. 8 ദിവസമാണ് അദ്ദേഹം ഇവിടെ തങ്ങുന്നത്. ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ആദ്യ പ്രതികരണം അഫ്ഗാൻ തെരഞ്ഞെടുക്കുന്നത് തെറ്റായ വഴിയാണ് എന്നായിരുന്നു പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചത്. കാരണം ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് പാകിസ്ഥാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ദിവസം നോക്കി തന്നെ അവരുടെ വിദേശകാര്യമന്ത്രി, ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ മുത്തഖി ഇന്ത്യയിലുള്ള സമയത്ത് തന്നെ അവിടെ ആക്രമണം നടത്തി എന്നുള്ളത് ഒരു വലിയ ഇത് തന്നെയാണ്. ഇതേ സമയം തന്നെ ആയിരുന്നു നമ്മൾ
നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ എത്തിയ ദിവസം തന്നെയായിരുന്നു ഇവർ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം ഈ പാകിസ്ഥാൻ നടത്തിയതെന്നും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഇന്ത്യയിൽ എത്തുന്ന മുത്തഖയ്ക്ക് ഒരു ഒരു മുന്നറിയിപ്പ് കൂടി ആകണം ഒരുപക്ഷെ ഈ ഒരു ആക്രമണം. അതായത് ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, നിങ്ങൾ ആവശ്യമില്ലാത്തടത്തൊക്കെ പോയിട്ട് ഇത്. പക്ഷെ ഒരു നല്ലൊരു കാര്യം കൂടി അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് സംഭവിച്ചു. നമ്മുടെ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഈ വിവരം, അതായത് നമ്മളിവിടെ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലഭിച്ച ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ആണ്. മുത്തക്കയും ജയശങ്കറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച. നമ്മൾ കാബൂള് നമ്മുടെ ഒരു എംബസി തുറക്കാൻ തീരുമാനമായിരിക്കുന്നു. ഓൾറെഡി നമുക്ക് മുമ്പ് അവിടെ എംബസി ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ അവിടെ ബാക്ക് ഡോർ വഴിയുള്ള സംസാരമായിരുന്നു. നമുക്കറിയാം, ധനുഷും ഞാനിവിടെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ബാക്ക് ഡോർ സംഭാഷണങ്ങളെ കുറിച്ചായിരുന്നു. ഈ ദോഹയിലും മറ്റുമൊക്കെ വെച്ചിട്ട്, ദോഹയിലല്ല, UAE-യിലും മറ്റുമൊക്കെ വെച്ചിട്ടായിരുന്നു ഈ താലിബാന്റെ ആളുകളുമായിട്ടുള്ള ബാക്ക് ഡോറുകളാണെന്ന്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് ഡോറിന്റെ ആവശ്യമില്ല. നമ്മൾ കാബൂളിലൊരു നയതന്ത്ര കാര്യാലയം ഓപ്പൺ ചെയ്യുകയാണ്. ഒരുപക്ഷെ റഷ്യയാണ് ലോകത്തിലെ അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം. നമ്മളിപ്പോൾ ഈ നയതന്ത്ര കാര്യാലയം ഒരു രാജ്യത്ത് തുറക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ രാജ്യത്തെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കണമല്ലോ. ഒഫീഷ്യലായിട്ട് അംഗീകരിക്കാതെ നയതന്ത്ര കാര്യാലയം വെക്കാറില്ല സാധാരണ. അപ്പൊ നമ്മളത് വെക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അഫ്ഗാനിസ്ഥാനെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ പാകിസ്ഥാൻ ഭയക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. കാരണം ഈ ഇന്ത്യയുമായി അഫ്ഗാനിസ്ഥാൻ കൂടുതൽ അടുക്കും തോറും പാകിസ്ഥാനിൽ അജ്ഞാതന്മാർ കൂടുകയാണ്. അതാണ് അവരെ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പാകിസ്ഥാനിലെ അജ്ഞാതന്മാർക്ക് പിന്നിൽ ഇന്ത്യയാണ്. ഇന്ത്യ അത് അഫ്ഗാനിസ്ഥാൻ വഴി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അഫ്ഗാനിസ്ഥാനിലുള്ള ഒരുപാട് പേര് ഈ പാകിസ്ഥാനിലുണ്ട്. തഹ്രീക്ക് താലിബാൻ അടക്കമുള്ള ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ വെച്ചിട്ട് ഈ ചാവേർ ബോംബ് ആക്രമണമൊക്കെ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നതും എന്നാണ് പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാൻ കൂടുതൽ അടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോ അജ്ഞാതന്മാരുടെ ഒരു പൂണ്ടുവിളയാട്ടമായിരിക്കും. കാരണം ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യ കാബൂളിൽ അവിടെ എംബസി തുറക്കുന്നു, അവരുമായിട്ട് വലിയ ഡീലാണെങ്കിൽ പിന്നെ ഇനിയിപ്പോ ഒളിച്ചും പാത്തും വേണ്ടല്ലോ. അതിന് ഇവര് പറയുന്നത്, പാകിസ്ഥാന്റെ ആരോപണം എന്ന് വെച്ചാൽ ഇന്ത്യ ആവശ്യമുള്ള ഫണ്ട് അഫ്ഗാനിസ്ഥാന് കൊടുക്കും. പാകിസ്ഥാന് അവിടെ പിന്നെ ഒരുപാട് ടെറർ ഗ്രൂപ്പുകളുണ്ടല്ലോ അഫ്ഗാനിസ്ഥാൻ. ഈ കൂലി കൊട്ടേഷൻ ടീമിനെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ പാകിസ്ഥാനിൽ തന്നെ അഫ്ഗാനിസ്ഥാനികൾ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാനിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, റാവൽപിണ്ടിയിലും പഞ്ചാബിലും ലാഹോറിലും അടക്കം ഇന്റർനെറ്റ് എല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. അതിന് പാകിസ്ഥാൻ അതിനെക്കുറിച്ച് പറയുന്നത്, അവിടെ അക്സ മില്യൺ മാർച്ച് എന്ന് പറഞ്ഞൊരു മാർച്ചിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് വിവിധ മുസ്ലിം സംഘടനകൾ. അതായത് ഗാസ കരാറിനെതിരെയാണ് അവർ ആ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത് ഗാസയിൽ ഇപ്പോൾ ഉണ്ടാക്കിയ കരാറ് ട്രംപിന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവശ്യങ്ങൾ മാത്രമാണ് ആ കരാറിലുള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഹമാസിന് വലിയ റോളില്ല അല്ലല്ലോ ഈ കരാറിനകത്ത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു വലിയ മാർച്ചിൽ നിന്ന് അക്സ മില്യൺ മാർച്ച് എന്നാണ് ആ മാർച്ചിന്റെ പേര് തന്നെ. അപ്പോൾ ലക്ഷക്കണക്കിന് പേര് ആ മാർച്ചിൽ പങ്കെടുക്കും. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് അല്ല, പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ഡൗട്ട് വന്നപ്പോൾ ചോദിച്ചത്, അതായത് ഈ അറബ് നാറ്റോ രൂപീകരിച്ചല്ലോ ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ അന്നേ പറഞ്ഞു പാകിസ്ഥാൻ അവന്മാരെ കൂലിത്തല്ലുകാരാണെന്ന്. ഈ അറബി രാജ്യങ്ങൾ പറഞ്ഞ ഒരു സാധനങ്ങളും അംഗീകരിക്കാതെയാണ് യഥാർത്ഥത്തിൽ ഈ കരാർ രൂപീകരിച്ചിരിക്കുന്നത്. ഹമാസ് പറഞ്ഞ ഒരു കാര്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. എങ്കിലും ആ കരാറ് ഇവർക്ക് ഹമാസിനെ അടക്കം അംഗീകരിക്കേണ്ടി വന്നു. ഇനി അടികൊണ്ട് ജ്വാല ഉപ്പാൻ വയ്യ എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു രാജ്യമേ ഉള്ളൂ, അത് പാകിസ്ഥാനാണ്. ഈ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ബാക്കിയുള്ള അറബ് രാജ്യങ്ങളൊന്നും പറയാതെ പാകിസ്ഥാനെ കൊണ്ട് എന്തിനാ പറയുന്നത്? കിട്ടണമെങ്കിൽ അവന്മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ പറയുന്നത് ഈ അറബ് രാജ്യങ്ങൾ? ബാക്കി എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പാകിസ്ഥാനാണ് എതിർത്ത് പറഞ്ഞിപ്പോ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. അതെന്താ വെച്ചാലേ, ഇപ്പൊ നമ്മളൊരു മാന്യനായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ നമുക്കൊരു പൊതു ശത്രുവുണ്ട്. അവനെ രണ്ട് തെറി വിളിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ തല്ലിപ്പുളിയെ വിളിച്ച് ഇച്ചിരി കള്ള് മേടിച്ച് കൊടുത്താൽ മതി. അവൻ പോയിട്ട് അവിടെ പോയി തെറി വിളിച്ചോളും. ആ പണി തന്നെയാണ് പാകിസ്ഥാനെ കൊണ്ട് അവർ ചെയ്യിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഇത് പറഞ്ഞപ്പോഴാണ് ധനുഷ ഒരു കാര്യം കൂടെ ഓർമ്മ. ഇന്നലെ നമ്മുടെ മീഡിയ വണ്ണിന്റെ ഒരു വലിയ ചർച്ചയും തലക്കെട്ടും ഹമാസിന്റെ വൻ വിജയം കരാർ എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞു വെക്കുന്നത്, അവരുടെ ഈ പാലസ്തീൻ 20 ബന്ദികളെ വിടുമ്പോൾ 200 പാലസ്തീൻകാരെയാണ് മോചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ രസം വെച്ചാൽ പാലസ്തീൻകാരെ കെട്ടുകണക്കിന് പിടിച്ച് ഇസ്രായേൽ ജയിലിൽ അകത്തിട്ടിട്ടുണ്ട്. അതില് വലിയ പ്രശ്നകാരികളല്ലാത്തവന്മാരെയും പിടിച്ചിട്ടിട്ടുണ്ട് അവന്മാര്. ഇനി പ്രശ്നകാരികളെയും പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഈ 200 പേരെ വിടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നും അല്ല അതില്. കാരണം ഈ 200 പേരും ക്രിമിനൽസ് ആണെന്ന് പറയാൻ കഴിയില്ല. ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ബന്ധമുണ്ടെന്ന് ഇസ്രായേലിന് സംശയം തോന്നുന്ന പാവപ്പെട്ടവന്മാരും കാണും അതിനകത്ത്. അപ്പൊ പറയുന്നത് അത്രയും പേരെ വിട്ടുകിട്ടി, ഇത് ഹമാസിന്റെ വൻ വിജയമാണെന്നാണ് പറയുന്നത്. ഹമാസിന്റെ വിജയമല്ല, നേരത്തെ ധനുഷ് പറഞ്ഞ അവന്മാർ അടികൊണ്ട് ചിപ്പം കെട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ബ്രേക്ക് വേണം, അതിനെ ഇപ്പൊ വന്നിരിക്കുന്നു. ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ്. കാരണം ഈ കരാർ എന്ന് പറയുന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള പിന്നെ അമേരിക്ക അടക്കം ഉള്ളവരുടെ ഒരു കരാർ തന്നെയാണത്. അപ്പം അതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന അക്സ മില്യൺ മാർച്ച്
ഈ മാർച്ച് അക്രമാസക്തമാകുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. കാരണം ഈ മാർച്ചിനിടയിൽ തെഹ്രീക്കെ താലിബാന്റെയും മറ്റുമൊക്കെ ഉള്ള, പ്രത്യേകിച്ച് ഈ നൂറുൽ മെഹ്സാദിന്റെ, അതായത് ഈ തെഹ്രീക്കെ താലിബാന്റെ തലവന്റെ വലിയ ഫാൻ ബേസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ റാവൽപിണ്ടി, ലാഹോറും ഒക്കെ. അപ്പോൾ അവിടെയുള്ള അവരുടെ സംഘടന, കാരണം ഇതെല്ലാം ഈ മതസംഘടനകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ മുത്തക്കി ഇവിടെ എത്തിയപ്പോൾ ദിയോബന്ദിലൊക്കെ പോയിട്ട് അദ്ദേഹം, അവിടുത്തെ ഈ മുസ്ലിം മതപഠന കേന്ദ്രമാണ്, അവിടെയൊക്കെ അദ്ദേഹം പോയി അതിന്റെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ ഇവർക്ക് ഈ മതപരമായ മദ്രസകളുമായിട്ടൊക്കെ കണക്ഷനാണ്. മദ്രസയെ കുറഞ്ഞൊരു സാധനവും ഇവർക്കിടയിൽ ഇല്ല. ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് പോകുന്നത്. നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനിലുള്ള വിരോധത്തിന്റെ പുറത്താണ് ഈ പിന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ ഉണ്ടായിരുന്നത്, അതായത് അഫ്ഗാന്റെ ബോർഡറിൽ ഉണ്ടായിരുന്ന ഒരു മദ്രസയിലെ ഒരു ഉന്നതനായ മതപണ്ഡിതനെ വധിച്ചതുൾപ്പെടെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയിരുന്നു. അതായത് നമ്മുടെ ഈ മുത്തക്കി ഉൾപ്പെടെയുള്ളവര് പഠിച്ചിറങ്ങിയ, ആ മുത്തക്കിയെ പഠിപ്പിച്ച അധ്യാപകനാണ്. ഈ അധ്യാപകനാണ് ഇപ്പോൾ ഈ താലിബാനിലെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ പലരുടെയും ഗുരുനാഥനാണ്. ആ ഗുരുനാഥൻ ഉൾപ്പെടെ ഒരു പള്ളിയിൽ കയറി ഈ പാകിസ്ഥാൻ സേന, അത് പാകിസ്ഥാനിൽ തന്നെ ഉള്ള ഒരു മദ്രസയാണ്, ഒരു ഫേമസ് മദ്രസയാണ്, അതിൽ തകർത്തുകൊണ്ടായിരുന്നു. അത് വലിയ ഇഷ്യൂ ഒക്കെ നിൽക്കുക. അല്ല, ഇതിൽ ഇയാൾ ഈ നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ മുസ്ലിം മതപണ്ഡിതരെ കാണുന്നു, അത് കാണുന്നു എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് ബേസിക്കലി വ്യക്തിപരമായിട്ടുള്ള യോജിപ്പിൽ ഇല്ല കേട്ടോ. അത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. കാരണം ഇവർ തീവ്ര ചിന്താഗതിയുള്ള വിഭാഗക്കാരല്ലേ. അപ്പം നമ്മളെ നാട്ടിലുള്ള ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ സാധാരണ പാവപ്പെട്ട മുസ്ലിംസിന്റെ പണ്ഡിതന്മാരെയൊക്കെ കണ്ടിട്ട് ഇവന്മാരുടെ തീവ്ര ചിന്താഗതി അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് ഇവന്മാരെ കാണാനായിട്ട് നമ്മുടെ സർക്കാർ ഇങ്ങോട്ടേക്ക് വിടുന്നത്. വരിക, നമ്മളോട് സംസാരിക്കുക, പോവുക. അതിന് പകരം ഇവിടെയുള്ള ദർഗ സന്ദർശിക്കുക, നമ്മളെ പള്ളികൾ സന്ദർശിക്കുക, അതിനൊക്കെ ഇവന്മാർക്ക് എന്തിനാണ് നമ്മുടെ കേന്ദ്രം അനുമതി കൊടുക്കുന്നത്? ഇപ്പോഴും എന്റെ നിലപാട് താലിബാൻ തീവ്രവാദികളാണെന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ ഗതികേടെന്ന് പറഞ്ഞാൽ, അപ്പുറത്തെ ബിജെട്ടൻ പറഞ്ഞ പോലെ അപ്പുറത്തൊരു വ്യക്തിയല്ല, ഒരു രാജ്യമാണ്. അതുകൊണ്ട് നമുക്ക് അവന്മാർക്ക് അരിയും പൊരിയും ശർക്കരയും ഉണ്ടയൊക്കെ കൊടുത്ത് നമുക്ക് അവന്മാരെ അനുനയിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അനുനയിപ്പിച്ച് അവന്മാരെ നമുക്കത് ഉപയോഗിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പൊ ഇങ്ങനെ വരുന്നവരെ എന്തിനാണ് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കൊടുത്ത് വിടുന്നത് എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ പ്രധാനമന്ത്രി പോകുമ്പോഴും ചിലയിടത്തെ ശവകുടീങ്ങൾ, നമ്മുടെ ഒരു ചരിത്രവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ചില ഇടങ്ങളിൽ പോകാറുണ്ട്, സന്ദർശിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് കാണാറുണ്ട് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ. അത് അങ്ങനെയുള്ളവരെ കാണുന്നതിന് അവർ പെട്ടെന്നെടുക്കുന്ന തീരുമാനമല്ല. ഇപ്പോൾ ഒരു മന്ത്രി അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ കാണണം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസ്, അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ പറഞ്ഞു മുമ്പ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ചിലപ്പോൾ കോട്ടയത്ത് പ്രസംഗിക്കണമെന്നുണ്ടാവും, തിരുവനന്തപുരത്ത് ഇല്ല മാവേലിക്കരയൊക്കെ പ്രസംഗിക്കണമെന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റാണ് നിശ്ചയിക്കുന്നത് ഏത് സ്ഥലം വേണമെന്ന്. നമ്മുടെ രാജ്യത്ത് നമ്മളാണ് അതിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, എവിടെ വേണം എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ മുത്തക്കി വരുമ്പോൾ ഇത് നടക്കുന്നത് രഹസ്യമായ ഒരു മുറിയിലുള്ള കൂടിക്കാഴ്ചയല്ല. ഇത് പരസ്യമായി നടക്കുന്ന കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. വരികയും രണ്ടുപേരും കൈ കൊടുക്കുകയും കൈമുത്തുകയും ചെയ്യുന്ന ഒരു ചെറിയ ചടങ്ങാണ്. ഈ കൂടിക്കാഴ്ച എന്നൊക്കെ മാധ്യമങ്ങൾ വലിയ ചർച്ചകൾ കൊടുക്കുമ്പോൾ വന്നവര് അടച്ചിട്ടിട്ട് മതപണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കാഴ്ച അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു രീതിയിൽ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് ഇവരുടേതായ ആശംസകളും കാര്യങ്ങളും സുഖമാണോ അങ്ങനെയൊക്കെയുള്ള ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. അതല്ലാതെ ഒരു രാജ്യത്ത് വന്നിട്ട് അവിടെ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരു രാജ്യം സമ്മതിക്കാറില്ല. ഇതൊക്കെ എല്ലായിടത്തും ചെയ്യുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഈ പ്രൈം മിനിസ്റ്റർ ആയാലും ഇപ്പോ എനിക്ക് തോന്നുന്നത് ഋഷി സുനീക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അവരുടെ കുറെ റിലേറ്റീവ്സിനും കുറെ ആളുകളെ മറ്റുമൊക്കെ കാണുകയൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് അത് നേരത്തെ തന്നെ അവർ പെർമിഷൻ വാങ്ങുന്നതാണത്. അപ്പൊ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് നിർത്തും. യുപിയിലേക്കുള്ള മതപണ്ഡിതനൊക്കെ വിളിച്ച് നേരത്തെ തന്നെ ഡൽഹി കൊണ്ട് നിർത്തും നമ്മുടെ സർക്കാർ. ഇങ്ങനൊക്കെ വരും, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പെരുമാറ്റം, ഇതാണ്. അല്ലാതെ മറ്റേ നമ്മുടെ രാജ്യത്തിന്റെ പ്രകൃതിയാണ്. അപ്പൊ അതിനുള്ള പ്രോട്ടോക്കോളും ഒക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് ഉള്ള ഒരു ചെറിയ പരിപാടിയാണ്. ഇത്രയൊക്കെ ഉള്ളൂ, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. പണ്ട് ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഇവിടുന്ന് ഈ പണ്ട് ഈ നേതാക്കന്മാരൊക്കെ ഒരുപാട് പേര്, ഞാൻ പാർട്ടിയുടെ പേരോ നേതാവിന്റെ പേരോ പറയില്ല, ഒരുപാട് പേര് ഇവിടുന്ന് പിന്നെ പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ ഈ പാർട്ടി ലീഡറെ കാണാൻ പോകും. പാർട്ടി ലീഡർ, ഒരു പാർട്ടിയുടെ, ഒരു പ്രമുഖ പാർട്ടിയുടെ അധ്യക്ഷയെ കാണാൻ പോകുമ്പോൾ പറയുന്നു അടച്ചിട്ട മുറിയിൽ ചർച്ച എന്നാണ്, വലിയ ഹെഡിങ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാനും പോയിട്ട് ചില മത നേതാക്കളും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ അടച്ചിട്ട മുറിയിൽ വലിയ ചർച്ച. അപ്പൊ ഞാൻ ഈ ഡൽഹിയിലുള്ള, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്, ഞാനപ്പോൾ ഈ ഡൽഹിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഇത് ശരിക്കും ഇത് എന്താ പരിപാടിയെന്ന് വെച്ചു. അപ്പൊ അപ്പോഴാണ് എനിക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ എഴുതണം. എനിക്കിപ്പോൾ പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ അതിന്റെ പർപ്പസും കാര്യങ്ങളും വെച്ച് നേരത്തെ എഴുതി കഴിഞ്ഞ് അവിടുന്ന് എനിക്ക് പെർമിഷൻ കിട്ടണം. ഒരുപാട് സ്ഥലത്തെ പെർമിഷൻ കിട്ടാനുണ്ട് സെക്യൂരിറ്റിയുടെ. ഈ പെർമിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവരൊരു ഡേറ്റ് തരും. ആ ഡേറ്റിന്, കാരണം എന്നെ പ്രധാനമന്ത്രിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനും എന്തെങ്കിലും ഒരു ഈ കേരളത്തിലോ ഇല്ലെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും ആയിരിക്കണമല്ലോ. ചെന്ന് കഴിയുമ്പോൾ ആദ്യം ഒരു ഹാളിൽ ഇരുത്തും. അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ
നമ്മുടെ മീഡിയാസ് പുറത്തു നിൽപ്പുണ്ട്, നമ്മുടെ മലയാളം മീഡിയാസ്. അപ്പൊ അവരെ ഇങ്ങനെ കൈവീശി കാണിച്ചോളൂ, ഞാൻ അകത്ത് പോവുകയാണ്, അത്യാവശ്യം ഡിസ്കഷൻ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അകത്ത് പോകും. അകത്ത് പോയിട്ട് നമ്മളെ ഈ ഹാളിൽ കയറ്റി അകത്ത് പോകുമ്പോൾ തന്നെ ഈ ഡോർ പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല, മീഡിയാസിന് കാണാൻ പറ്റില്ല ഇവർ എങ്ങോട്ടാ പോയത്. അകത്തിരിക്കും. അപ്പൊ ഈ മീഡിയാസ് അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ വാച്ചിലോട്ട് നോക്കും, മണി 10. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എവിടെ കൊണ്ടിരുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷൻ ഇരിക്കുന്ന ഹാളിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഹാളിലാണ് ഇവരെ ഇരുത്തിയിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല ഇരിക്കുന്ന, ഒരു ഡസൻ ആൾക്കാർ അവിടെ വേറെ ഇരിപ്പുണ്ട് ഊഴങ്കാത്ത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അകത്തോട്ട് ഒന്ന് പറയും, വരൂ അകത്തോട്ട് പോകാം എന്ന് പറയും. അകത്തോട്ട് ചെല്ലും, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അപ്പൊ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഷാളോ പൂച്ചണ്ടോ ചട്ടിയോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ തന്നെ ഈ PRDയുടെ ഫോട്ടോഗ്രാഫർ നിൽപ്പുണ്ട്, അദ്ദേഹം ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ ഇറങ്ങി വരും. അപ്പൊ മാധ്യമപ്രവർത്തകർ വേണമെങ്കിൽ ലോജിക്കലി പറയാം, മാധ്യമപ്രവർത്തകർ ഇദ്ദേഹം ഹാളിലോട്ട് കയറുകയാണോ എവിടെ കയറുകയാണെന്ന് അറിയുന്നില്ല, ഇങ്ങോട്ട് കയറുക ചെയ്യുന്നത്, ഹാളിൽ ഇരുത്തിയിരിക്കുക. ഊഴം അടുത്ത വരുമ്പോൾ 1 മിനിറ്റാണ് ഇത് നടക്കുന്നത്. ഈ പ്രധാനമന്ത്രിയെ കാണുന്ന ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളെ കാണുന്ന 1 മിനിറ്റ് പരിപാടിയാണ്. കാണുന്നു, കൈ കൊടുക്കുന്നു. അത് നമ്മുടെ മുഖ്യമന്ത്രി പോകുന്നോ ഇല്ലെങ്കിൽ ഇപ്പൊ BJPയുടെ ലീഡർമാർ പോകുന്നോ അല്ല ഞാൻ പറഞ്ഞത്, ചില ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പ് സ്ഥിരമായി, ഇപ്പൊ BJPയുടെ ഒന്നും ആളുകൾ ഇവിടെ കേരളത്തിൽ നിന്ന് സ്ഥിരമായിട്ട് അവരുടെ പാർട്ടി അധ്യക്ഷന്മാരെ ഒന്നും പോയി കാണാറൊന്നുമില്ല. മറ്റു ചില പാർട്ടികൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോ ഇതെടുക്കും, തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് തന്നെ ആളുകൾ ചോദിക്കും, എന്തുണ്ട് പറഞ്ഞു. ഞങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു കാര്യങ്ങളൊക്കെ, ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം ചർച്ച. അപ്പൊ ഇവർ ഇങ്ങോട്ടാ ചോദിക്കുന്നത്, 3/4 മണിക്കൂർ നീണ്ടു നിന്നല്ലേ? അപ്പോൾ പറയും എവിടെയാ 1 മിനിറ്റിന്റെ അടുത്ത്. അപ്പൊ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന വ്യക്തി, ഈ പാർട്ടി ദേശീയ തലത്തിൽ ഇരിക്കുന്ന പാർട്ടി അധ്യക്ഷനോ ഇവർക്ക് ഒരു ദിവസം കാണേണ്ടത്, ഇവർക്ക് ഉച്ച വരെയൊക്കെ ടൈമുള്ളൂ ഈ സന്ദർശകർക്ക് അനുവദിക്കുന്നത്, ഇല്ലെങ്കിൽ അവരുടെ പാർട്ടി ലീഡേഴ്സിനെ കാണാൻ അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് കുറഞ്ഞത് 50-100 പേര് വരും. ഈ 100 പേർക്ക് അരമണിക്കൂർ വെച്ച് കൊടുക്കണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും ധനുഷേ? അപ്പൊ ഒരു ദിവസം തന്നെ എത്ര പേരെ ഇവർ കണ്ടു വിടുന്നത്? ഇത് കേരളം കഴിഞ്ഞ അടുത്ത ആന്ധ്രയിൽ നിന്ന് വരിക, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, ഒഡീഷയിൽ നിന്ന് വിടുന്നു, ജമ്മു കാശ്മീരിൽ നിന്ന്, ഇവരെല്ലാം കണ്ടുവിടും. പക്ഷെ ഡിസ്കഷൻ കാര്യങ്ങൾ നടത്തുന്നത് പാർട്ടിയുടെ മറ്റു നേതാക്കന്മാരാണ്, സെക്രട്ടറിമാരോ മറ്റുള്ളവരോ അല്ലെങ്കിൽ പാർട്ടി ഘടകത്തിൽ പോയിട്ട് ഡിസ്കഷനൊക്കെ നടത്തി അങ്ങ് പോകുന്നുള്ളൂ. ഇത് ജസ്റ്റ് കാണുന്നു, പോകുന്നു. അപ്പൊ വന്നിട്ട് പറയും, ഞാൻ ഹൈക്കമാൻഡിൽ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്, വിശദമായിട്ടെല്ലാം കേട്ടു, കാര്യങ്ങൾ ഒന്നുമില്ല. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ വരുന്ന കേന്ദ്രത്തില് വരുന്നവരെ കാണുന്നു എന്ന് പറയുമ്പോൾ ഇത്ര ഒരു ഫോർമൽ സാധനമാണ്. അവരെ കാണുന്നു, കൈ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അവരുടെ ഉപചാരം അർപ്പിക്കുന്നു, ചിലപ്പോൾ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും, അത്രയൊക്കെ ഉള്ളൂ. മാലയോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ മതപുസ്തകങ്ങളോ കൈമാറും. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ കൂലങ്കക്ഷമായ ചർച്ചകളും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.